ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്വാല കിച്ചണിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ശർക്കര പൊങ്കലാണ് കേട്ടോ. അപ്പോൾ കുക്കറിൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എങ്ങനെയാണ് ശർക്കര പൊങ്കൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ശർക്കര പൊങ്കൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചെറുപയർ പരിപ്പും പച്ചരിയുമാണ്. 1/2 കപ്പ് പച്ചരി മതി, ഒരുപാട് പച്ചരി വേണ്ട. 1/4 കപ്പ് ചെറുപയർ പരിപ്പിന് 1/2 കപ്പ് പച്ചരിയാണ് കേട്ടോ വേണ്ടത്. പച്ചരിയുടെ അളവെന്ന് പറയുന്നത് ഇതുപോലെ 1/2 കപ്പ് നിറച്ചെടുക്കണേ. ഇതുപോലെ വടിച്ചെടുക്കണ്ട, നിറച്ചിരുന്നോട്ടെ. ചെറുപയർ പരിപ്പും 1/4 കപ്പ് നിറച്ചെടുക്കണം കേട്ടോ. വടിച്ച് കളയാതെ അത് നിറച്ച് കുമിച്ചെടുക്കുന്നെന്ന് പറയും, ആ ഒരു രീതിയിൽ എടുക്കണേ. ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കി ചേർക്കണം. ഞാനിവിടെ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് ശർക്കര ഉരുക്കി എടുത്തിരിക്കുന്നത്. ഒരു 400 ഗ്രാം ശർക്കര ചേർക്കുകയാണെങ്കിൽ ഒരു മീഡിയം മധുരം ഉണ്ടാവത്തുള്ളൂ. 500 ഗ്രാം 600 ഗ്രാമൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതി. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കണം. അധികം വെള്ളമായി പോകരുത്. ശർക്കരയുടെ കളറിനനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്ന പൊങ്കലിൻ്റെ കളറിൽ വ്യത്യാസം വരുന്നത്. വെള്ള ശർക്കരയൊക്കെ ആണെങ്കിൽ അധികം കളർ ഉണ്ടാകത്തില്ല. അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ശർക്കര ചേർത്ത് കൊടുക്കുക. ഏത് കളറാണോ വേണ്ടത് ആ ഒരു രീതിയിൽ ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയേ. നല്ല തിക്കായിട്ട് ശർക്കര ഉരുക്കിയെടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ മാക്സിമം ഒരു 1/2 കപ്പ് വരെ വെള്ളം ചേർക്കാവുള്ളൂ. നന്നായിട്ട് തിളച്ച് ആ ശർക്കര ഒന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. ഒരുപാട് തണുത്തു പോയാലും നല്ല കട്ടിയായി പോവും. കട്ടിയായി പോകാത്ത രീതിയിൽ ശർക്കര ഉരുക്കിയെടുത്താൽ മതി. നമുക്ക് ആദ്യം ഒന്ന് ചെറുപയർ പരിപ്പൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നിറച്ചെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കളറ് മാറി വരട്ടെ, അതുവരെ വറുത്തെടുക്കണം. വറുത്തെടുക്കാതെ ചെറുപയർ പരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചെറുപയർ പരിപ്പിന് ഒരു ടേസ്റ്റിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു പച്ച ചുവയുണ്ടാവും. ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി വരുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുപയർ പരിപ്പിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. 1/2 കപ്പ് ചെറുപയർ പരിപ്പ് ചേർക്കുകയാണെങ്കിൽ 1 കപ്പ് പച്ചരി ചേർക്കണേ. എപ്പോഴും പച്ചരിയുടെ പകുതി മതി ചെറുപയർ പരിപ്പ്. ചെറുപയർ പരിപ്പിൻ്റെ കളറൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിനി നല്ലതുപോലെ കഴുകിയെടുക്കണം. ഇതിൻ്റെ കൂടെ പച്ചരിയും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി ഒന്നിച്ച് കഴുകിയെടുത്താൽ മതി. പച്ചരി ചൂടാക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് കഴുകിയെടുത്താൽ മതി. പച്ചരിയും ചെറുപയർ പരിപ്പും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 2-3 തവണ കഴുകിയെടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. തീരെ ചെറിയ കുക്കർ എടുക്കണ്ട, കാരണം നമ്മൾ ഇത് അരി ആയതുകൊണ്ട് കുറച്ചൊന്ന് വെന്ത് വരാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് പാകത്തിനുള്ള കുക്കർ നോക്കിയിട്ട് എടുക്കണം. ചെറുപയർ പരിപ്പും പച്ചരിയും വേകുന്നതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ പച്ചരി എടുത്തത് അതിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പച്ചരിക്ക് 4 കപ്പ് വെള്ളം ചേർക്കണം. നമ്മൾ ഏത് കപ്പിലാണോ അരി എടുത്തേ അതേ കപ്പിൽ 4 കപ്പ് വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 4 കപ്പ് വെള്ളം എന്ന് പറയുന്നത് പച്ചരി എടുത്ത കപ്പിൽ 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തത്. ചെറുപയർ പരിപ്പ് എടുത്ത അതേ കപ്പിൽ തന്നെ 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്രയും വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഒരു വിസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ബാക്കി 3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ മതിയേ. നന്നായിട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. 5 വിസിൽ അടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി. നന്നായിട്ട് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് വേകണം കേട്ടോ. ഇതുപോലെ പിടിച്ചു നോക്കുമ്പോൾ അറിയാം റൈസ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പരിപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടു, നന്നായിട്ട് വേകണം.
ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം മധുരം ബാലൻസ് ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. ഒരു 1/4 ടീസ്പൂൺ വേണേ. ഇത്രയും റൈസ് ഉള്ളത് കൊണ്ടാണ്. ഇനി മധുരവും ചേരാനുള്ളതാണ്. 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റായിരുന്നു കേട്ടോ. കൂടുതലുമില്ല കുറവുമില്ല. ശർക്കര ചേർക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ശർക്കരയാണ്. ശർക്കരയുടെ കളറിനനുസരിച്ച് പൊങ്കലുണ്ടാക്കി കഴിയുമ്പം കളർ വ്യത്യാസം ഉണ്ടാവുക. നല്ല വെള്ള ശർക്കരയൊക്കെ ആണെങ്കിൽ പൊങ്കലിന് അത്ര കളർ ഉണ്ടാവത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് ശർക്കര നല്ല കളറുള്ള ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ലോ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല കറുത്ത ശർക്കരയൊക്കെ ആണെങ്കിൽ പൊങ്കലുണ്ടാക്കി കഴിയുമ്പോൾ നല്ല കളറുണ്ടാവും കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ജാതിക്കയുടെ പൊടി ചേർത്ത് കൊടുക്കണം. ഇതാണ് കേട്ടോ ജാതിക്ക. ഇത് ഞാൻ ഒരല്പം മാത്രം ഇതേപോലെ പൊടി എടുത്തിട്ടുണ്ട്. ജാതിക്കയുടെ പൊടി വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ, അല്ലെ ഭയങ്കര കുത്തലുണ്ടാവും ജാതിക്കയുടെ. ഇതേപോലെ 1 പിഞ്ച് ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവൻ ചേർക്കുന്നില്ല കേട്ടോ. ഇതിൽ നിന്നും 1 പിഞ്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ വേണ്ട. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കർപ്പൂരമാണ് കേട്ടോ. കർപ്പൂരവും ഒരൊറ്റ പിഞ്ച് മാത്രം ചേർത്ത് കൊടുക്കാവുള്ളൂ. ഒരുപാട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇത് നമ്മൾ ടെമ്പിളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ പൊങ്കലിൻ്റെ ടേസ്റ്റ് വരാനാണ് കേട്ടോ. ഇതുപോലെ 1 പിഞ്ച് ചേർത്ത് കൊടുക്കാം. അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. ബാക്കി നമുക്ക് എടുത്ത് വെക്കാവേ. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പം ഒരുപാട് മധുരമില്ല കേട്ടോ. ഭയങ്കരമായിട്ട് മധുരമില്ലേ. ഒരു മീഡിയം മധുരം മാത്രമേ ഉള്ളൂ. ഇതിലും മധുരം വേണമെങ്കിൽ ഒരു 1/2 കപ്പും കൂടി ശർക്കര ചേർത്ത് കൊടുക്കണേ. ഇതിലേക്ക് ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ തേങ്ങ വറുത്തിടുന്നുണ്ട്. തേങ്ങ വറുത്തിടുന്നില്ലെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങ ചുരണ്ടിയത് ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുന്ന സമയത്ത് നമ്മൾ കുക്കറിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കത്തില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, വിട്ടു വരുവേ പെട്ടെന്ന്. ഇതിലേക്ക് നമുക്കിനി കിസ്മിസ് എല്ലാം വറുത്തിടാം. നെയ്യ് നല്ലതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ പൊങ്കലിന് നല്ല ടേസ്റ്റാണ്. നെയ്യ് നന്നായിട്ട് ചേർക്കും കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ കൊത്തിയെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കാഷ്നട്ടിൻ്റെ തേങ്ങയുടെയും കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗ്രേപ്സ് ചേർത്ത് കൊടുക്കാം. കിസ്മിസൊക്കെ നല്ല ബലൂൺ മാതിരി വീർത്ത് വരുവേ. കണ്ടോ, നന്നായിട്ട് വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ബലൂൺ മാതിരി വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഇത് നമുക്ക് പൊങ്കലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാവേ. നന്നായിട്ട് നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ശർക്കരയുടെ കളറിനനുസരിച്ചാണ് പൊങ്കലിൻ്റെ കളർ വരുന്നത്. ഇതിപ്പം അധികം കളറില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറിലിരിക്കുന്നത്. നമ്മൾ ഇലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴുകി പോകത്തില്ല കേട്ടോ. ആ ഒരു രീതിയിലാണ് പൊങ്കൽ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ശർക്കര പൊങ്കൽ ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്